പെൺകുട്ടിയും അവളുടെ സഹോദരിയും ഒരേ ദിവസം വിവാഹിതരാവാൻ തീരുമാനിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ ഇഷ്ടമുള്ളവരിൽ നിന്ന് ഓരോരുത്തവരെ തിരഞ്ഞെടുക്കാൻ പറയുന്നു. ആദ്യ യുവാവാവട്ടെ ഒരു ആഡംബരക്കാരിൽ കുറെ അധികം ബോഡി ഗാർഡ്സുമായിട്ട് വരുന്നു. എന്നിരുന്നാലും രണ്ടാമത്തെ യുവാവ് സൈക്കിളിലാണ് അങ്ങോട്ടേക്ക് വന്നത്. രണ്ടാനമ്മയാവട്ടെ അവരുടെ മകളെ ആദ്യം തിരഞ്ഞെടുക്കാനായി മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇളയ സഹോദരിയാവട്ടെ ആഡംബരക്കാർ ഓടിച്ചിരുന്ന യുവാവിന്റെ കൈകൾ പിടിക്കുന്നു. പെൺകുട്ടി ഒരു മടിയും കൂടാതെ സൈക്കിൾ ഓടിച്ചിരുന്ന യുവാവിന്റെ അടുത്തേക്ക് നടക്കുന്നു. മറ്റുള്ളവർ അവളെ കളിയാക്കി ചിരിക്കുന്നതിൽ ഭയപ്പെടുന്നില്ലേ എന്ന് രണ്ടാമത്തെ മരൻ അവളോട് ചോദിക്കുന്നു. പെൺകുട്ടി ഒന്ന് നേരിയ രീതിയിൽ പുഞ്ചിരിച്ചിട്ട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന് പെൺകുട്ടി ധൈര്യത്തോടെ പറയുന്നു. ഏറ്റവും നല്ല ഭർത്താവിനെ തെരഞ്ഞെടുത്തു എന്ന് കരുതി അനിയത്തി ആവട്ടെ വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ പെൺകുട്ടിയാവട്ടെ അവൾ വളരെ ലളിതമായ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. ഇളയ സഹോദരി കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ പെൺകുട്ടി തനിക്കൊരിക്കലും അർഹയല്ലെന്ന് ആദ്യത്തെ വരൻ പരിഹസിക്കുന്നു. എന്നാൽ പെൺകുട്ടിയുടെ വരൻ അയാൾ പറയുന്നതൊക്കെ അവഗണിച്ച് പെൺകുട്ടി പറയുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. പെൺകുട്ടി ധൈര്യത്തോടെ തന്നെ രണ്ടാമത്തെ വരന്റെ കൈ പിടിച്ചിട്ട് താൻ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നുവെന്നും ഇന്നു മുതൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുമെന്നും പറയുന്നു. അത് കേട്ട് അയാളാവട്ടെ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോഴേക്കും യുവാവ് പറയുന്നു ഇന്നു മുതൽ അവൾ തന്റെ ഭാര്യയായിരിക്കുമെന്ന്. അയാൾ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകാനിരുമ്പോൾ പെൺകുട്ടി പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ പിടിച്ചവിടെ നിർത്തുന്നു. കുട്ടി അവളുടെ വാക്കുകൾ തെറ്റിക്കാൻ പോവുകയാണെന്ന് ഇളയ സഹോദരി പരിഹസിക്കുന്നു. അഥവാ പെൺകുട്ടി തന്റെ വാക്കുകൾ പിൻവലിച്ചാലോ എന്ന് പേടിച്ചിട്ട് രണ്ടാനമ്മ ഇനി ഒരിക്കലും ഈ വിവാഹം ഇനി പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അവൾ നേരിയ രീതിയിലൊന്ന് പുഞ്ചിരിച്ചിട്ട് അവരോടുള്ള പ്രതിഷേധം അറിയിക്കാനായി തന്റെ വിവാഹ വസ്ത്രത്തിന്റെ ഒരു ഭാഗം വലിച്ചു കീറി അവിടെ എറിയുന്നു. അവൾ ഒരു മടിയും കൂടാതെ യുവാവിന്റെ സൈക്കിളിന്റെ പിൻസീറ്റിലേക്ക് ഇരിക്കുന്നു. അയാളെ തന്നോട് ചേർത്ത് പിടിച്ചപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ പെൺകുട്ടിക്കും അവളുടെ ദുഷ്ടരായ കുടുംബത്തിലുള്ളവർക്കും അറിയില്ലായിരുന്നു അവനൊരു കോടീശ്വരനാണെന്നുള്ള കാര്യം. അയാൾ സൈക്കിളിലേക്ക് അങ്ങോട്ട് വരാൻ തന്നെയുള്ള കാരണം തന്റെ ഭാവി ഭാര്യ തന്റെ പണം കണ്ട് വിവാഹം കഴിക്കാൻ തയ്യാറാവും എന്ന് കരുതിയിട്ടാണ്. പണത്തിനെ സ്നേഹിക്കുന്ന ഒരു വധുവിനെ തനിക്ക് ആവശ്യമില്ല എന്ന് അയാൾ കരുതുന്നു.